കോഴിക്കോട് കുമ്പള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം തന്നെ നിർത്തിവെച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് അധ്യാപകർ കർട്ടൻ താഴ്ത്തിയത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണാം. ഇന്ന് ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായാണ് ആ വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചത്. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കർട്ടൻ വീഴുകയായിരുന്നു. നമുക്കറിയാം, ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ്. കുമ്പളയിലെ അധ്യാപകർ കർട്ടൻ ഇട്ടത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മുകളിലാണ്. കർട്ടൻ താഴ്ത്തിയ അധ്യാപകരുടെ രാഷ്ട്രീയവും ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കണം. വലിയ ചർച്ചകളിലേക്കാണ് ഈ വിഷയം വഴിമാറിയിരിക്കുന്നത്. സംഘപരിവാർ അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ടവരാണ് മൈം തടസ്സപ്പെടുത്തിയ അധ്യാപകർ. കർട്ടൻ താഴ്ത്തിയ അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർ ദേശീയ അധ്യാപക പരിഷത്ത് അംഗങ്ങൾ കൂടിയാണ്. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഈ ഒരു കുട്ടികളുടെ പ്രതിഷേധം, നമ്മൾ പല കലോത്സവ വേദികളിലും രാഷ്ട്രീയം പറയുന്ന നാടകങ്ങൾ, മൈമുകൾ, മറ്റ് പല കലാപ്രകടനങ്ങളും കണ്ട് ശീലിച്ചവരാണ്. നമ്മുടെ കേരളം അത്തരം കലാപരിപാടികളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ്. അപ്പോഴാണ് ഇന്ന് ലോകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ, സമകാലികമായ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ വിഷയം തീവായി എടുത്തുകൊണ്ട് ഒരു മൈം അവതരിപ്പിക്കുന്നത്. പക്ഷേ അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, കലോത്സവത്തിന്റെ ഒരു രീതിയല്ല ഇത്. എപ്പോഴും എന്തെങ്കിലും വിരുദ്ധമായ ചട്ടം ലംഘനം ഉള്ള കലാപരിപാടികളാണ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുക, അത് പരിപാടിക്ക് ശേഷം. പക്ഷേ ഇത് പരിപാടി പൂർത്തിയാക്കാൻ പോലും കഴിയാതെ കർട്ടൻ ഇട്ടത് എന്തുകൊണ്ടാണ്? ഇതിൽ അധ്യാപകർ അത്തരമൊരു നടപടിയിലേക്ക് എത്തിയതിന് കാരണം പറയുന്നത് എന്താണ്? ഈ അധ്യാപകരുടെ രാഷ്ട്രീയം, അതായത് ഈ വിദ്യാർത്ഥികളുടെ കലാപ്രകടനം തടഞ്ഞവരുടെ രാഷ്ട്രീയം എന്താണ്, രഞ്ജിത്ത്? റോഷ്നി, നമ്മുടെ കലോത്സവങ്ങൾ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഈ അവസരങ്ങൾ, വേദികൾ കർട്ടനിട്ട് മൂടാനുള്ളതല്ല. ഈ കർട്ടനുകൾ തുറന്ന്, തിരശ്ശീലകൾ തുറന്ന് കൂടുതൽ വേദികൾ, കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ കലോത്സവങ്ങളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ കലോത്സവങ്ങളുടെ ഉദ്ദേശത്തെ തന്നെ മറച്ചു കളയുന്ന, കെടുത്തിക്കളയുന്ന ഒരു നടപടിയാണ് അധ്യാപകരുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ കർട്ടൻ ഇടുകയല്ല വേണ്ടത്, കർട്ടനുകൾ തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഈ കലോത്സവ മാനുവലിൻ്റെ ആമുഖത്തിൽ ഒരു വരി പറയുന്നുണ്ട്, ഈ കലയും സാഹിത്യവും ഒക്കെ കുട്ടികളെ കൂടുതൽ നവീകരിക്കാനും അവരിലേക്ക് മാനവിക മൂല്യങ്ങളെ സംശീകരിക്കാനും സഹായിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതൽ മാനവികരായി, മാനവിക ബോധമുള്ളവരായി മാറണം എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവങ്ങളും കലോത്സവങ്ങളും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടന്റുകൾ വരേണ്ടത് സ്വാഭാവികമായിട്ടും ഈ മാനവിക മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലസ്തീനിൽ, ഗസയിൽ അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഭരണകൂടം, ആ ഭരണകൂടം ഗസയിൽ കാണിക്കുന്ന ക്രൂരത, അത് ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപമായിട്ടോ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള കലാപമായിട്ടോ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അവിടുത്തെ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, കുട്ടികൾ പട്ടിണി കിടക്കുന്നുണ്ട്. ശബ്ദത്തിൽ ചെറിയ ഒരു സാങ്കേതിക തടസ്സമുണ്ട്, പരിഹരിക്കാവുന്നതാണ്. നമ്മൾ രഞ്ജിത്ത് അടക്കം പറഞ്ഞു വന്നത്, നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് തന്നെ പല പരിപാടികൾക്കും അവസരങ്ങൾ ഒരുക്കുന്നതാണ്, അതിൽ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതാണ്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ളത് എല്ലാ കലാപ്രകടനങ്ങളും അതിൽ മിക്കതും രാഷ്ട്രീയം പറയുന്നതാണ്. സമകാലിക വിഷയങ്ങളാണ് അതിൽ അവതരിപ്പിക്കാനായി ത്രെഡായി കുട്ടികൾ എടുക്കുന്നത്. അത്തരത്തിലൊരു വിഷയം തന്നെയാണ് ഈ വിദ്യാർത്ഥികളും എടുത്തത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരതിൽ ആ വിഷയത്തിൽ ഒരു പ്രതിഷേധം അറിയിച്ചതോട് കൂടി തന്നെ ആ കലോത്സവം തന്നെ നിർത്തിവെക്കുന്ന ഒരു നടപടിയിലേക്കാണ് നീങ്ങിയത്. അതിന് ചട്ടവിരുദ്ധമായിട്ടായിരുന്നു ആ ഒരു കലാപ്രകടനം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ഒരു ഘടകങ്ങളെക്കുറിച്ചും അധ്യാപകർ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതിൽ പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിഷയം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അതിവേഗം അതിൽ പ്രതികരിക്കുകയായിരുന്നു. അധ്യാപകർ പലസ്തീൻ അനുകൂല മൈം തടഞ്ഞത് എന്തിനെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി ഇന്നലെ പ്രതികരിച്ചു. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. പാലസ്തീൻ വിഷയത്തിൽ മൈം അവതരിപ്പിച്ചതിനാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം.
പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം. പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിം തടയാൻ ആർക്കാണ് അധികാരം? കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയിം വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം തീർച്ചയായും ഒരുക്കുന്നതാണ്. ഇതാണ് മന്ത്രിയുടെ പ്രതികരണം. കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യ മൈം വിലക്കിയതിൽ അധ്യാപകരെ വെള്ളപൂശി കാസർകോട് DDEയുടെ റിപ്പോർട്ട്. കലോത്സവ മാനുവലിന് വിരുദ്ധമെന്ന് തോന്നിയതിനാലാണ് അധ്യാപകർ തടഞ്ഞതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പരിപാടി മാനുവലിന് വിരുദ്ധമാണോ എന്ന് കലോത്സവ കമ്മിറ്റി പരിശോധിക്കും. അതേസമയം മാനുവൽ പ്രകാരമല്ലാത്തതുകൊണ്ടാണ് മൈം തടസ്സപ്പെടുത്തിയതെന്നാണ് അധ്യാപകരുടെ വാദം. ഗോപാൽ ശീലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, മാനുവലിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് വിരുദ്ധം, ഏത് ചട്ടമാണ് ലംഘിച്ചത് എന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഒന്നറിയാം, കലോത്സവം നമ്മൾ ഇത്രകാലം നടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി വെച്ച് ഒരു പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാനുവലിൽ ഇല്ലാത്തതാണ്. അത് ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് ശേഷം അറിയിക്കുന്നതാണ് രീതി. ഇതിപ്പോൾ DDE അധ്യാപകരെ വെള്ളപൂശുന്ന തരത്തിലാണോ ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നത്? എന്താണ് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം, ഗോപാൽ? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരെയും ജീവനക്കാരെയും വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ട് തന്നെയാണ് കാസർഗോഡ് DDE ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ അധികൃതർ എന്ത് വിശദീകരണമാണോ നൽകിയിരുന്നത് അതേ വിശദീകരണം അക്ഷരം പ്രതി DDEയുടെ റിപ്പോർട്ടിലുമുണ്ട്. അതായത് കലോത്സവ മാനുവലിലെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് DDE പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അധ്യാപകർ അവിടെ അധ്യാപകർക്കും ജഡ്ജസിനും ഇത് മാനുവലിന് വിരുദ്ധമാണ് എന്ന് തോന്നി, അതുകൊണ്ടാണ് പരിപാടി തടസ്സപ്പെടുത്തിയത്. അതുകൂടാതെ തന്നെ ഇതിലേക്ക് പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം, സമയം എല്ലാം തന്നെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് DDE കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടുകൂടി തന്നെയാണ് ആ വിഷയത്തിൽ രണ്ട് നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അല്പം മുമ്പ് നമ്മൾ കണ്ട പ്രതികരണത്തിൽ പറഞ്ഞത് രൂക്ഷമായി തന്നെ വിമർശിച്ചു. അത്തരത്തിലല്ല സർക്കാരിന്റെ നിലപാട്. പലസ്തീൻ ഐക്യദാർഢ്യമാണ് സർക്കാർ നേരത്തെ തന്നെ പങ്കുവച്ചിരിക്കുന്ന നിലപാട്. അതിന് വിരുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ആ കുട്ടികൾക്ക് നാളെ അതേ സ്കൂളിൽ തന്നെ ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന അടക്കമുള്ള സമ്പൂർണ്ണ പിന്തുണ നൽകിയപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാസർഗോഡ് ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർ ഇത്തരത്തിലേക്കൊരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകിയിരിക്കുന്നത്. അതുപ്രകാരം തന്നെയാണ് ഈ വിഷയം പരിശോധിക്കുന്നതിന് വേണ്ടി കലോത്സവ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. കലോത്സവ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് മാനുവലിന്റെ ലംഘനം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, മാനുവൽ നിബന്ധന പാലിക്കാതെയാണോ ഈ പരിപാടി നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് കലോത്സവ കമ്മിറ്റിയുടെ നിരീക്ഷണം എന്ന് സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അറിയിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ നിലപാടും മന്ത്രിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും അംഗീകരിച്ചു പോരാൻ കഴിയില്ല എന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഈ കലോത്സവ കമ്മിറ്റി നൽകിയ നിരീക്ഷണവും DDE നൽകിയ റിപ്പോർട്ടും അടക്കം ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കുറിപ്പും ചേർത്ത് നാളെ രാവിലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ നമുക്ക് ഈ അധ്യാപകർക്കെതിരായ നടപടി പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ നടപടിയിൽ കുറഞ്ഞൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനോ വിലയിരുത്താനോ കഴിയില്ല. കാരണം അത്ര സ്പഷ്ടവും പ്രകടവുമായിട്ടാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റോഷ്നി സൂചിപ്പിച്ചൊരു കാര്യം, ഈ വേദിയിൽ പരിപാടി നടക്കുമ്പോഴാണോ ഇത് തടസ്സപ്പെടുത്തേണ്ടത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, അവർ വളർന്നു വരുന്ന തലമുറയാണ്. പ്രതിഷേധം കലയിലൂടെയും വാക്കിലൂടെയും വരകളിലൂടെയും കാണിക്കുന്ന കാലമാണ്. ആ കാലത്ത് ഇത്തരത്തിൽ പ്രതിഷേധത്തെയും എതിർ ശബ്ദങ്ങളെയും ഏത് തരത്തിൽ ഇങ്ങനെ എന്തിനടിച്ചമർത്തുന്നു തരത്തിലേക്ക് ചോദ്യങ്ങൾ പല കോണുകളിൽ ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലേക്ക് ഒരു നിലപാട് കൃത്യമായി തന്നെ എടുത്തിരിക്കുന്നത്. റോഷ്നി, എന്തായാലും അധികം സമയമൊന്നുമില്ല. നാളത്തേക്ക് നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും കുട്ടികൾ ചെയ്ത ആ ഒരു തീം, ആ ഒരു രാഷ്ട്രീയത്തിനൊപ്പവും ഈ ഒരു കലാപ്രകടനത്തിനൊപ്പവും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിൽക്കുമ്പോൾ DDEയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമായാണ് വന്നിരിക്കുന്നത്. അത് അധ്യാപകർ ചെയ്തതിലെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് അടക്കം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് DDE സമർപ്പിച്ചിരിക്കുന്നത്. ഈ കലോത്സവ മാനുവലിന് വിരുദ്ധമാണെന്ന ന്യായമാണ് അധ്യാപകർ ഇപ്പോൾ പറയുന്നത്. വിദ്യാർത്ഥികളുടെ കലാവിഷ്കാരത്തിന് കർട്ടനിട്ട നടപടിയെ മാനുവൽ നിബന്ധനകൾ പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.